പൂജയും ശുദ്ധിയും. രാജേഷ്, ഈ പല പൂജാവിധാനങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും താന്ത്രികപരമായി നിൽക്കുന്ന, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് റോൾ മോഡലായിട്ട് നിൽക്കുന്ന നമ്മുടെ പരമ്പര അല്ലെങ്കിൽ നമ്മുടെ ഈ പൂജാവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും പൂജ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ദ്രവ്യശുദ്ധിക്ക് ശുദ്ധിക്ക് ഒരു പ്രയോറിറ്റി ഇല്ലാതെ പോകുന്നുണ്ട്. ഉപയോഗിക്കുന്ന നെയ്യാണെങ്കിലും ബാക്കിയുള്ള എന്ത് സംഭവമാണെങ്കിലും അത് ക്വാളിറ്റി ഇല്ലാത്ത തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഒരാളിന് വീട്ടിലൊരു പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ ആവശ്യം ഒരു തിരുമേനിയായിട്ട് പറയും, ബഡ്ജറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ക്വാളിറ്റിക്ക് കോംപ്രമൈസ് വരുന്നുണ്ട്. അത് എന്താണെന്നൊന്ന് പറയാമോ? എങ്ങനെയാവണം ഈ പറയുന്ന ദ്രവ്യങ്ങളുടെ ശുദ്ധി മുന്നോട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? സ്ഥലശുദ്ധി, സ്ഥാനശുദ്ധി, ആത്മശുദ്ധി, ഇത്തരത്തിലുള്ള ശുദ്ധി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദ്രവ്യശുദ്ധി. അതെ, ദ്രവ്യം മോശമായാൽ പൂജ ഫലിക്കാതിരിക്കുകയോ ഫലം കുറയുകയോ ചെയ്യും. 100% ഉറപ്പാണ്. ഓക്കെ. എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ, അവനവൻ കുളി കഴിഞ്ഞാൽ ഭസ്മം ധരിക്കണം. കേരളത്തിലുള്ള മലയാള ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള അതല്ലെങ്കിൽ സിദ്ധ പരമ്പരയിലുള്ള ബ്രാഹ്മണരെന്നൊക്കെ വിടുക, സകല ആൾക്കാരോടും ഭസ്മം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. ഈ ഭസ്മധാരണത്തിന് അവരവരുടേതായ പക്ഷങ്ങളുണ്ട്. വൈദികമായിട്ട് ധരിക്കുന്നവരുണ്ട്, അല്ലാതെ മറ്റ് താന്ത്രികമായ പദ്ധതിയിലൂടെ ധരിക്കുന്നുണ്ട്, മന്ത്രങ്ങളൊന്നും കൂടാതെ ധരിക്കുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ധരിക്കേണ്ട ഭസ്മം എങ്ങനെ ഉണ്ടാക്കണം? ചാണകം കത്തിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ആണത് ചെയ്തിരുന്നത്. ഒരു വർഷത്തേക്കുള്ള ഒരുമിച്ച് ഉണ്ടാക്കുമായിരുന്നു പതിവ്. ഇപ്പം പശു മാറി. പണ്ട് നമുക്ക് കിട്ടിയിരുന്ന ഏറ്റു ചാണകം, മൂത്രം, നെയ്യ് ഒക്കെ ആയിരുന്നു ഈ നാടൻ പശുക്കൾ. അതെ. അത് മാറി നമ്മൾ ഇപ്പൊ സങ്കരവർഗം പശുക്കൾ വന്നു. സങ്കരവർഗം പശുക്കൾ വന്നപ്പോൾ അത് പശുക്കളുടെ യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ജീവികളായി മാറി. ശരി. ഇപ്പം ഹൃദ്രോഗത്തിനുള്ള പല മരുന്നുകളിലും ചേർക്കുന്നത് നെയ്യാണ്. നമ്മൾ പുസ്തകങ്ങൾ നോക്കിയാൽ ആ നെയ്യ് ശരിക്കും എടുത്തിരുന്നത് നാടൻ പശുവിന്റെ നെയ്യായിരുന്നു. ആ സ്ഥാനത്ത് സങ്കരവർഗം പശുവിന്റെ നെയ്യായപ്പോൾ ഹൃദ്രോഗത്തിനുള്ള മരുന്നാവില്ല, അത് കൂട്ടാനുള്ള മരുന്നായിട്ട് മാറുന്നത്. അപ്പം വിപരീത ഫലത്തെ പലതും ചെയ്യുന്നുണ്ട്. അത് പാലായാലും തൈരായാലും ഗോമൂത്രമായാലും അത് ചേർത്ത പഞ്ചഗവ്യം ഉണ്ടാക്കുമ്പോഴും ഒക്കെ തന്നെയും ഈ ദ്രവ്യശുദ്ധി വളരെ ശുദ്ധമായിട്ട് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെയ്യുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എണ്ണ 2 തരത്തിലുള്ള എണ്ണയാണ് കേരളത്തിൽ അഭികാമ്യം. ഒന്ന് എള്ളെണ്ണ, മറ്റത് വെളിച്ചെണ്ണ. എപ്പോഴും ആ പ്രദേശത്ത് ശുദ്ധമായി കിട്ടുന്ന എണ്ണ എന്തോ അതാണ് നല്ലത്. അത്തരത്തിൽ നമുക്ക് വെളിച്ചെണ്ണയോളം നല്ലതായിട്ട് വേറൊന്നും കിട്ടുന്നില്ല. പിന്നെ എള്ള ആട്ടി ഉപയോഗിച്ചാൽ നല്ല എള്ളെണ്ണ നമുക്ക് ഉപയോഗിക്കാം. 1 കിലോ എള്ളെണ്ണ 500 രൂപ അടുത്തൊക്കെ വിലയുണ്ട്. 2 കിലോ എള്ളാട്ടുമ്പോൾ 1 ലിറ്റർ എണ്ണ കിട്ടും. അപ്പോൾ 1 കിലോ എള്ളെണ്ണയ്ക്ക് എന്ത് വില വേണം? ആ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് എള്ളെണ്ണ കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ്? ഈ എള്ളെണ്ണ തന്നെയാണോ ഇതെന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ചിലയിടത്ത് കാണാം ഈ നോൺ എഡിബിൾ ഓയിൽ. അതായത് അത് കഴിക്കാൻ കൊള്ളു, കഴിച്ച ആള് ചത്തു പോകും. അപ്പൊ അത് എന്ത് തരം എണ്ണയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് പല സാധനങ്ങളും വിളക്കിലൊഴിച്ചാൽ വിളക്ക് നിന്ന് കത്തുകയാണ്. എണ്ണയല്ല കത്തുന്നത്, തിരിയും എണ്ണയും വിളക്കും ഉൾപ്പെടെ കത്തുക. ഇതെന്ത് സംവിധാനമാണെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ചില പക്ഷങ്ങളിൽ മുറിച്ച സാധനങ്ങൾ ചിലത് എടുക്കാൻ പറ്റില്ല. അതെ. അതായത് ഇപ്പം ഏകാദശിക്ക് മുറിക്കാൻ പറ്റാത്തതുണ്ട്, എടുക്കാൻ പാടില്ലാത്ത സാധനമുണ്ട്. ത്രയോദശിക്ക് എടുക്കേണ്ടതുണ്ട്. എടുത്താൽ 15 ദിവസം വരെ ഉപയോഗിക്കാവുന്നതുണ്ട്. എടുത്താൽ 6 മാസം വരെ ഉപയോഗിക്കാവുന്നതുണ്ട്. എടുത്താൽ അന്ന് തന്നെ ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ കൃത്യമായ ഒന്ന് നോക്കിയല്ല ഇപ്പം ചെയ്യുന്നത്. ഇപ്പൊ ചമതകൾ വെട്ടി ഒന്ന് ജലം വാർന്നിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പച്ചയായിട്ട് ഉപയോഗിക്കണമെന്നല്ല, പച്ചയായിട്ടല്ല, ശരിക്ക് വെട്ടി 1 ദിവസം 2 ദിവസം ഒന്ന് അതിന്റെ നീര് വറ്റുന്ന പരുവം, ഒന്ന് വാർന്നു പോകുന്ന പരുവത്തിൽ വേണം ചമതകളൊക്കെ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ പുഷ്പങ്ങൾ 1 ദിവസം മാത്രം ഉപയോഗിക്കാവുന്നുണ്ട്, 2 ദിവസം ഉപയോഗിക്കാവുന്നുണ്ട്, ഒരാഴ്ച ഉപയോഗിക്കാവുന്ന പുഷ്പമുണ്ട്, 15 ദിവസം ഉപയോഗിക്കാവുന്നുണ്ട്, 6 മാസം ഉപയോഗിക്കാവുന്നുണ്ട്. 6 മാസം പൂവളത്തിലാണ്.
6 മാസം ഉപയോഗിക്കാം. ഉണങ്ങി കരിഞ്ഞു തുടങ്ങിയാലും ഉപയോഗിക്കാം. തുളസി ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. ഓക്കെ. ഈ നന്ദ്യാരോട്ടം പോലെയുള്ള പൂക്കൾ ഒറ്റ ദിവസം പറ്റുള്ളൂ. ചെത്തി 2 ദിവസം വരെ പറ്റും, 2-3 ദിവസം വരെയൊക്കെ പറ്റും. ചെത്തി തുളസിയും കൂടെ ഒരുക്കിയാൽ ഒരാഴ്ച ഉപയോഗിക്കാം. ഓക്കെ. ചേർത്ത് വെച്ചാൽ. താമര അതിന്റെ ദളങ്ങൾ വാടി കരിയുന്നവരെ ഉപയോഗിക്കാം. ഇനി ഈ ചില തരത്തിലുള്ള കിട്ടാൻ വിഷമമുള്ള പുഷ്പങ്ങളുണ്ട്, നിലത്ത് വീണാലും എടുക്കാം. ആണല്ലേ? ഇലഞ്ഞിപ്പൂ, അതുപോലെ തന്നെ പവിഴമല്ലി നിലത്തുനിന്ന് വീണ് പെറുക്കിയെടുക്കാം. മറ്റു പൂക്കൾക്കില്ല. നിർമാല്യദോഷം ഇല്ലാത്ത പുഷ്പങ്ങളുണ്ട്, നിർമാല്യമേ ആവില്ല ഒരിക്കലും. കൂവളം, തുളസി, രണ്ടിനും നിർമാല്യദോഷം ഇല്ല. ഇല്ല. ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാം. പക്ഷേ സുലഭമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ശരിയാ. ഇല്ലാത്ത പക്ഷം വേണമെങ്കിൽ ചെയ്യാം. ഇല്ലാത്ത ദേശത്ത് ഉപയോഗിക്കാം. ഒന്ന് മുക്കിയാൽ മതി, മുക്കി ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും ആരും ചെയ്യാറില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഗ്രന്ഥത്തിൽ പല പ്രമാണം ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ യുക്തിസഹ അല്ലെങ്കിൽ എടുക്കാറില്ല. ഇപ്പം കറുത്ത ആമ്പൽ, ചുവന്ന ആമ്പൽ, ഇതൊക്കെ പൂജയ്ക്ക് എടുക്കാവുന്നതാണ്. ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഗണപതിയുടെ പൂജയ്ക്ക് പ്രധാനമായിട്ട് തുളസി എടുക്കാനേ പാടില്ല വിധി അനുസരിച്ച്. ഇവിടെ തുളസി ഇല്ലാത്തൊരു പൂജ കേരളത്തിൽ ഇല്ല. അപ്പൊ സമ്പ്രദായം ഇവിടുത്തെ എന്താണോ അതാണ് പാലിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പുഷ്പങ്ങളുടെ ശുദ്ധി, ഈ പുഷ്പങ്ങൾക്കകത്ത് മൊട്ടുണ്ടാവാൻ പാടില്ല, വിടർന്നതായിരിക്കണം. വിടർത്തി വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ വിടർന്ന പൂക്കളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണ്? പുഷ്പം ആകാശതത്വമാണ്, മൊട്ട് പൃഥ്വിതത്വമാണ്. പൃഥ്വിതത്വമായ മൊട്ടിനോട് പ്രകാശത്തിന്റെ ചൂട്, അഗ്നിതത്വം ചേരുമ്പോഴാണ് പൂ വിരിയുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നല്ലപോലെ ഉള്ളപ്പോഴേ പൂ വിരിയുള്ളൂ. നമുക്ക് കണ്ണിൽ കാണാവുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ വിടർന്ന പുഷ്പത്തിന് പകരം മുട്ടെടുക്കാൻ പറ്റില്ല. എന്നാൽ ചില ഇലകൾക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാം. പുഷ്പമില്ലെങ്കിൽ മലർ ഉപയോഗിക്കാം. കാരണം എന്താണ്? നെല്ലെന്ന് പറയുന്ന പൃഥ്വിതത്വത്തിനോട് അഗ്നിതത്വം ചേരുമ്പോഴാണ് മലരുണ്ടാവുന്നത്. മലർ എന്നുള്ളത് പുഷ്പത്തിന്റെ മറ്റൊരു വാക്കുകൂടിയാണ്. അങ്ങനെ നമുക്ക് ദ്രവ്യങ്ങളില്ലെങ്കിൽ പകരം പറഞ്ഞ ദ്രവ്യങ്ങൾ ഉണ്ട്. ദ്രവ്യം ഇല്ലാതെ വരുമ്പോൾ കണ്ണിൽ കണ്ട ദ്രവ്യത്തെ ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദ്രവ്യത്തിന്റെ ശുദ്ധി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം, നമ്മുടെ ആത്മശുദ്ധി, നമ്മുടെ ശരീരശുദ്ധി, ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും നല്ലതായിരിക്കണം. ദ്രവ്യങ്ങൾ മോശമായാൽ ഫലം ഉണ്ടാവാതിരിക്കുകയോ ഫലം കുറയുകയോ ചെയ്യാം. അതിന് നമ്മൾ എത്ര നല്ല തപോബലമുള്ള നിഷ്ഠനായിട്ടുള്ള ഒരാൾ വന്നാലും അദ്ദേഹത്തിന്റെ മന്ത്രബലം കൊണ്ട് ഫലിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ദ്രവ്യം മോശമായാൽ. കാരണം എത്ര നല്ല ഇലക്ട്രീഷ്യൻ ആണെങ്കിലും വയറും സ്വിച്ചും മോശമാണെങ്കിൽ ബൾബ് കത്തൂല്ല. അതേ നിയമം തന്നെ ഇവിടെയും. അതുകൊണ്ട് ശാന്തി കഴിക്കുന്ന, തന്ത്രം കഴിക്കുന്ന, പൂജ കഴിക്കുന്ന ആളുകൾ ദ്രവ്യശുദ്ധിയിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. കർപ്പൂരം, ദശാംഗം. ഇപ്പം പണ്ട് കാലത്തൊക്കെ വൈദ്യന്മാരുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം ഈ അഷ്ടഗന്ധമോ ദശാംഗമോ അവരുണ്ടാക്കി ഇടിച്ചു കൂട്ടി പൊടിച്ച് അവരത് ക്ഷേത്രങ്ങളിൽ അവരുടെ വഴിപാടായിട്ടോ അല്ലെങ്കിൽ വിൽക്കുന്നവരും ഉണ്ടായിരുന്നു, കൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. ഇപ്പം അത് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം കുറച്ച് കാലമായിട്ട് ഒരു 10 വർഷമായിട്ടെങ്കിലും പല സ്ഥലത്തും നമുക്ക് ശുദ്ധമായത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പം നെയ്യാണെങ്കിൽ നാടൻ പശുവിന്റെ നെയ്യ് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ദശാംഗം ആണെങ്കിൽ ദശാംഗം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ആട്ടിയ എള്ളെണ്ണ തന്നെ നമുക്ക് മേടിക്കാനുള്ള സംവിധാനമുണ്ട്. ക്ഷേത്രങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ മെഷീനുണ്ട്, 5 കിലോയൊക്കെ ആട്ടുന്ന ചെറിയ മെഷീനുണ്ട്. 20,000 രൂപ 25,000 രൂപയൊക്കെ വരുന്നത്. അത്തരം മെഷീനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ എള്ള് ആട്ടിയെടുക്കാം. പുറത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, ആട്ടിയെടുക്കാം. എള്ള് വാങ്ങിയാൽ ഭക്തജനങ്ങൾ എള്ള് സമർപ്പിക്കുകയാണെങ്കിൽ എള്ളായിട്ട് 1/4 കിലോ, 1/4 കിലോ, 100 ഗ്രാം, 1/2 കിലോ വീതമൊക്കെ എള്ള് കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ ആട്ടി ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പം നമ്മള് ദ്രവ്യശുദ്ധി പാലിക്കണം എന്ന് വിചാരിച്ചാൽ പാലിക്കാം, പാലിക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ തീർന്നു. ഫലം കുറയുന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. എന്തായാലും സന്തോഷം. പല ആൾക്കാർക്കും അറിയാമെങ്കിലും അവരുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതിനെ പൂർണ്ണമായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് തിരിച്ചു വരും. അപ്പൊ ബഡ്ജറ്റിന്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഓക്കെ. അപ്പം 1 കിലോ നെയ്യ് വേണ്ടിടത്ത് നമ്മളത് 1/2 കിലോയാക്കി ചുരുക്കി ഹോമകുണ്ടത്തിന്റെ വലിപ്പമൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ അതനുസരിച്ച് ചെറുതാക്കി ആഹൂതികൾക്ക് ഉപയോഗിക്കുന്ന ശൃക്ക് ഒന്ന് അളവ് ചെറുതാക്കി ഒക്കെ ഉപയോഗിക്കാം. അപ്പോഴും വലിയും.
പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിന്റെ സ്ഥാനത്ത് മോശം സാധനം ഉപയോഗിച്ചാൽ ദോഷമില്ല. അതെ അതെ. പെട്രോൾ ഒഴിക്കേണ്ട സ്ഥാനത്ത് പച്ചവെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും. അതെ അതെ. എന്തായാലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസ പ്രമാണങ്ങളെക്കാളും അപ്പുറം ഒരു സത്യം എന്നൊരു സംഭവമുണ്ട്. പൂർണ്ണമായും ആ രൂപത്തിനെ നമ്മൾ എന്താ പറയുക വിളിച്ചു വരുത്തിയിട്ട് ഒന്നുമില്ലാതെ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ആ ഒരു വിശ്വാസ പ്രമാണങ്ങളെ ഒരു രീതിയിലും ഒരാൾക്ക് മാറ്റാൻ കഴിയാതെ വരട്ടെ. നല്ലൊരു രീതിയിൽ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവന്ന്, അതായത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രം കൊണ്ട് ദ്രവ്യശുദ്ധിയോടുകൂടി പൂർണ്ണമായിട്ടുള്ള പൂജകൾ ചെയ്യാൻ കഴിയട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.